ആദ്യമായി മലയാളിത്തമുള്ള ഒരു സിനിമ പിറന്ന വർഷമാണ് 1954. ആ ചിത്രത്തിന് ദേശീയ തലത്തിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള രണ്ടാം സമ്മാനവും ലഭിച്ചു. തെക്കേ ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു ചിത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ചിത്രം ഏതെന്നല്ലേ? നീലക്കുയിൽ. ഉറൂബിൻ്റെ തിരക്കഥയിൽ സംവിധാനം നിർവഹിച്ചത് രാമു കാര്യട്ടും പി ഭാസ്കരനും ചേർന്നാണ്. ആദ്യത്തെ മലയാള സംവിധായക ജോഡികളായി മാറി ഇവർ. ടി കെ പരീക്കുട്ടിയായിരുന്നു നിർമ്മാതാവ്. പി ഭാസ്കരൻ്റെ ഗാനങ്ങൾ നാടൻ പാട്ടുകളിൽ ഊന്നി നിൽക്കുന്നവയായിരുന്നു. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ്, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ, എങ്ങനെ നീ മറക്കും, മാനൊന്നും വിളിക്കില്ല എന്നീ ഗാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഗാനങ്ങളും ശ്രദ്ധേയമായി. മണവാളൻ ജോസഫ് ഈ സിനിമയിലൂടെയാണ് സിനിമാ രംഗത്ത് എത്തിയത്. പി ഭാസ്കരനും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമാ സംഗീത സംവിധായകനായി കെ രാഘവൻ അരങ്ങേറ്റം കുറിച്ചത് ഈ സിനിമയിലാണ്. കായലരികത്ത് എന്ന ഗാനത്തിൽ കെ രാഘവനും പാടുകയുണ്ടായി. നീലക്കുയിലിൽ സത്യൻ, മിസ് കുമാരി, പി ഭാസ്കരൻ, പ്രേമ മേനോൻ, മാസ്റ്റർ വിപിൻ, മണവാളൻ ജോസഫ്, അബിൻ വി സി, JAR ആനന്ദ് എന്നിവരാണ് അഭിനയിച്ചത്. ഛായാഗ്രഹണം A. വിൻസെൻ്റ്. പ്രൊഡക്ഷൻ ബാനർ ചന്ദ്രതാര പ്രൊഡക്ഷൻസ്. നിത്യജീവിതത്തിൽ നാം കണ്ടുമുട്ടിയിരുന്നവർ കഥാപാത്രങ്ങളായി വരുന്ന നീലക്കുയിലിൽ സാധാരണക്കാരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളുമാണ് കഥാതന്തുവായത്. നീലക്കുയിലിലെ കഥ ഇങ്ങനെ. ശ്രീധരൻ നായർ എന്ന ഉന്നത ജാതിക്കാരനുമായി പ്രണയത്തിലായ നീലി എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട കർഷക പെൺകുട്ടി. അധ്യാപകനാണ് ശ്രീധരൻ നായർ. നീലി ശ്രീധരൻ നായരിൽ നിന്നും ഗർഭം ധരിക്കുന്നു. ശ്രീധരൻ നായർ സമൂഹത്തെ ഭയന്ന് നീലിയെ വിവാഹം കഴിക്കുന്നില്ല. സമൂഹത്തിൽ നിന്നും നീലിയെ പുറന്തള്ളി. നീലി ഒരു കുഞ്ഞിന് ജന്മം നൽകി. പ്രസവത്തോടെ അവൾ മരിച്ചു. ഗ്രാമത്തിലെ പോസ്റ്റ്മാനായ ശങ്കരൻ നായർ സമൂഹത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് കുട്ടിയെ ദത്തെടുത്തു. ശ്രീധരൻ നായർ നളിനി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. പഴയകാല കാര്യങ്ങളെല്ലാം നളിനി മനസ്സിലാക്കുകയും ശങ്കരൻ നായരുടെ കയ്യിലുള്ള തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അറിയുകയും ചെയ്യുന്നു. ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി നളിനി ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ കുഞ്ഞ് ശ്രീധരൻ നായരുടെയും നളിനിയുടെയും കുഞ്ഞായി മാറുന്നു.